ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈഫ് സ്പാൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട്. അതിൽ നമുക്ക് റിമെയിൻ ആയിട്ടുള്ള 2 തിങ്സ് ആണുള്ളത്. ഒന്ന് റിസർച്ച് മെത്തേഡ്സ് ഫോർ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്. ഇതിൽ പ്രധാനമായും ലോഞ്ചിറ്റ്യൂഡിനൽ മെത്തേഡ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർ ദ സ്റ്റഡി ഓഫ് developmental changes in the same group or individual over a period of time. This method is useful. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയെ പഠന വിധേയമാക്കാണ്. ഇത് സ്റ്റഡി ചെയ്യാൻ വേണ്ടി അയാളിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ സംഭവിക്കുന്ന ഡെവലപ്മെന്റൽ ചേഞ്ചസ് പഠന വിധേയമാക്കാൻ വേണ്ടിയാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. The same individual is tested at different age group. Example, case study of children behavior in classroom. ഒരേ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഒരേ വ്യക്തിയെ പലതവണ ഇങ്ങനെ ടെസ്റ്റിന് വിധേയമാക്കേണ്ടി വരും. ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അവരിലെ ഒരു പ്രത്യേക സബ്ജക്റ്റ് അവർ ആ പഠന പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് 5th നിന്ന് നെക്സ്റ്റ് ഇയർ അടുത്ത ക്ലാസ്സിൽ നിന്ന്, നെക്സ്റ്റ് ഇയർ അടുത്ത ക്ലാസ്സിൽ നിന്ന്, അങ്ങനെ കണ്ടിന്യൂസ് ആയി വർഷങ്ങളോളം എടുക്കുന്ന ഒരു പഠനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മറ്റൊരു സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യാം. ഇതിന് ചില ഡ്രോബാക്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ ചില ഗുണങ്ങളും ഉണ്ട്. ജസ്റ്റ് 1 minute. നിങ്ങൾ കാണുന്നുണ്ടോ പുതിയ സ്ലൈഡ്? ഇതാണ് യൂസ്ഫുൾ ഇൻ റിസർച്ച് ഓൺ ഡെവലപ്മെന്റൽ ചേഞ്ചസ് ഡൺ ഇൻ ദി സെയിം ഗ്രൂപ്പ് ഓർ ഇൻ ഇൻഡിവിജ്വൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം. ദി ഇൻഡിവിജ്വൽ ഓർ ഈച്ച് മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഈസ് റിപ്പീറ്റഡ്ലി ടെസ്റ്റഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. പല പ്രാവശ്യമായിട്ട് അവരിൽ തന്നെ നിരന്തരം ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഉദാഹരണം, ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ ആസ് ദേ പ്രോഗ്രസ് ത്രൂ സ്കൂൾ. സ്കൂളിൽ ഓരോ കാലഘട്ടത്തിലും അവരിൽ സംഭവിക്കുന്ന പ്രോഗ്രസ് വിലയിരുത്തുന്നത്. ഇതിന്റെ ബെനിഫിറ്റ്സ് ഹെൽപ്സ് ഇൻ ഡീറ്റെയിൽ മാപ്പിംഗ് ഓഫ് ചേഞ്ചസ് ആൻഡ് കോൺസ്റ്റൻസി ഇൻ ഡെവലപ്മെന്റ്. ഒരു ഗ്രൂപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡീറ്റെയിൽഡ് ആയ ചേഞ്ചസ് അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺസ്റ്റൻസി വളരെ കൃത്യമായി പഠിക്കാൻ സാധിക്കുന്നു. രണ്ടാമതായി ഹെൽപ്സ് ഇൻ ട്രാക്കിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ചേഞ്ചസ് ഓവർ ടൈം. അത് വളരെ കൃത്യമായി ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ അവരുടെ ചേഞ്ചസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് മറ്റൊരു ഇതിന്റെ ഒരു ഗുണം. ക്യാൻ പ്രൊവൈഡ് മോർ ഇൻഫർമേഷൻ ഓൺ കോസ് ഓഫ് ദ എഫക്റ്റ്. ഈ പഠന പുരോഗതി വിലയിരുത്തുന്നതിന്റെ അതിന്റെ കാരണവും അതുപോലെ തന്നെ അതിന്റെ പ്രതിഫലനവും വിലയിരുത്തി കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു ഗുണം. ഇതിന്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു കോർഡിനേറ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. എന്ന് പറഞ്ഞാൽ ഒരേ ഗ്രൂപ്പിനെ വർഷങ്ങളോളം ഇങ്ങനെ പഠനം നടത്തുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഡ്രോബാക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഒരു വ്യക്തി, ഗ്രൂപ്പിലെ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ മറ്റൊക്കെ ചെയ്താൽ ആ പഠനം അവിടെ നിലച്ചു പോകാനോ അല്ലെങ്കിൽ അതിന് ചില പോരായ്മകൾ ഉണ്ടാവാനുള്ള സാധ്യത. If one individual drops out of the study, the results are affected. അതാണ് രണ്ടാമത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി ഇതിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആകുകയോ മറ്റോ ചെയ്താൽ റിസൾട്ടിനെ അത് ബാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക്. ഇനി അടുത്തതായിട്ടുള്ളത്, ഇപ്പൊ നിങ്ങൾ നമ്മുടെ പാഠഭാഗം കാണുന്നുണ്ടോ അതോ ഇപ്പൊ സെയിം തന്നെയാണ് കാണുന്നത് അല്ലേ? പറയൂ. ഇപ്പോൾ കാണുന്നത് പാഠഭാഗമാണോ പിന്നെ ഞാൻ രണ്ടാമത് ഷെയർ ചെയ്ത സ്ലൈഡ് ആണോ? ഹലോ, ഓക്കെ ഓക്കെ.
ഓക്കെ, അത് രണ്ടാമത്തെ റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ മെത്തേഡാണ്. ക്രോസ് സെക്ഷൻ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിസ് മെത്തേഡ് സ്റ്റഡീസ് ദ ഡെവലപ്മെന്റ് ചേഞ്ചസ് ബൈ ടെസ്റ്റിംഗ് ഇൻഡിവിജ്വൽസ് ഓർ ഡിഫറെന്റ് ഏജസ് അറ്റ് ദ സെയിം ടൈം ഓൺലി വൺസ്. ഒറ്റ പ്രാവശ്യം നടത്തുന്ന ഒരു ടെസ്റ്റാണ്. ആ ഒറ്റ പ്രാവശ്യം നടത്തിയിട്ടുള്ള ആ പഠനത്തിലൂടെ വിലയിരുത്തപ്പെടുന്ന കാര്യങ്ങളാണ് ഈ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഹെൽപ്സ് ടു ഗെറ്റ് ദ നോംസ് ഓർ സ്റ്റാൻഡേർഡ്സ് ഓഫ് എ ടിപ്പിക്കൽ പാറ്റേൺ ഓഫ് ഡെവലപ്മെന്റ് ഫോർ ഡിഫറെന്റ് ഏജ്. ഒരേ സമയം തന്നെ ഒരു 5-ാം വയസ്സുകാരനെയും 6-ാം വയസ്സുകാരനെയും 7-ാം വയസ്സുകാരനെയൊക്കെ ഒരേ സമയം തന്നെ ഒരു പ്രത്യേക ക്വസ്റ്റ്യനെയറോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്ത് ടൂളാണോ അത് വെച്ച് വിലയിരുത്താൻ പറ്റും. അപ്പൊ അവരിലൊക്കെ ഉള്ള ഡിഫറൻസസ്, ഏജിനനുസരിച്ച് എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ പ്രദേശത്തിന് അനുസരിച്ച് എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, കൾച്ചറിനനുസരിച്ച് എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, ഇതൊക്കെ വളരെ കൃത്യമായി വിലയിരുത്താൻ പറ്റുമെന്നുള്ളതാണ്. ദിസ് ഈസ് ഫാസ്റ്റർ ആൻഡ് ചീപ്പർ മെത്തേഡ് ദാൻ ലോഞ്ചിറ്റ്യൂഡിനൽ മെത്തേഡ്. മറ്റതിനേക്കാൾ അതിനെ അപേക്ഷിച്ച് ഇത് ഫാസ്റ്റർ ആണ്, എളുപ്പം ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ ചെലവ് കുറഞ്ഞതുമാണ്. ഇറ്റ് ഡസ് നോട്ട് ലൂസ് സബ്ജക്ട് ടു ഡ്രോപ്പ് ഔട്ട് ഓഫ് ദ സ്റ്റഡി. നേരത്തെ അതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ അതിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയി പോയാൽ ഉണ്ടാകുന്ന ഒരു പ്രയാസം. ഇതങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആയി പോകുന്ന പ്രശ്നമില്ല. ഒരേ സമയം തന്നെ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഡിഫറെന്റ് സിറ്റുവേഷനിലോ പഠനം നടത്തുന്ന സന്ദർഭത്തിൽ അപ്പോൾ അവൈലബിൾ ആയ ആളുകളിൽ മാത്രമാണ് ഈ പഠനം നടക്കുന്നത്. ഓക്കെ, ഇതിന്റെയും മറ്റേ ഞാൻ നേരത്തെ കാണിച്ച സ്ലൈഡ് ഒരിക്കൽ കൂടി കാണിക്കാം. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടാവും. Okay, used in research studies on developmental changes. Different individuals or different ages are tested at the same time. The testing is only done once. Example, the eating habits of 5-year-old children, cholesterol levels in people over 40 and under 40. ഇത് അറ്റ് എ ടൈം നടക്കുന്ന, ഒരു തവണ മാത്രം നടത്തിയാൽ മതിയാകുന്ന ഒരു ടെസ്റ്റാണ്. ഇതിന്റെ ബെനിഫിറ്റ്സ് ഫാസ്റ്റർ ആൻഡ് ചീപ്പർ ദാൻ ദ ലോഞ്ചിറ്റ്യൂഡിനൽ മെത്തേഡ്. മുമ്പ് നമ്മുടെ പാഠഭാഗത്തിൽ പറഞ്ഞു തന്നെ. സിൻസ് ടെസ്റ്റിംഗ് ഈസ് ഓൺലി ഡൺ വൺസ്, ഡ്രോപ്പ് ഔട്ട് ഓഫ് സ്റ്റഡി സബ്ജക്ട്സ് ഡസ് നോട്ട് അഫക്ട് ദ സ്റ്റഡി. മെനി വേരിയബിൾസ് ക്യാൻ ബി ഗാതേർഡ് ഇൻ ദി ടെസ്റ്റ്. ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഈ അടുത്തത് മൂന്നാമത്തതായിട്ടുള്ളത് സീക്വൻഷ്യൽ മെത്തേഡ്. Sequential method to overcome the drawback of longitudinal and cross-sectional method. This method was used. ഇത് രണ്ടും കൂടി ഉൾക്കൊള്ളുന്നതാണ്. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ രണ്ടും കൂടി ഉൾക്കൊള്ളിച്ച് നടത്തുന്ന ടെസ്റ്റാണ്. This is best method which combines the longitudinal and cross-sectional method. People in cross-sectional sample are tested more than once, and the results are analyzed to determine the differences that show up over time for the different groups of subjects. This method gives a more realistic assessment. അപ്പോൾ ഇതിൽ ലോഞ്ചിറ്റ്യൂഡിനൽ അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ ഈ രണ്ടും ഉൾക്കൊള്ളുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിനെയാണ് ക്രോസ് സെക്ഷനിൽ നടത്തുന്നത് ഒരേ കാര്യം പരിശോധിക്കാൻ വേണ്ടി. അത് ഒരു സെക്കൻഡ് ടൈമും കൂടി വീണ്ടും അവരിൽ തന്നെ പരിശോധിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ മുമ്പ് പറഞ്ഞ ക്രോസ് സെക്ഷൻ മെത്തേഡും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ മെത്തേഡും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഇത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ടൈം ലാഗ് മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് സ്റ്റഡിയിങ് the development of different age groups in different years to determine the effect of historical events or behavior. നമ്മൾ ഇന്നലെ
ക്യാരക്ടറിസ്റ്റിക് വിശദീകരിച്ച് തന്നവർക്ക് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സിനെ പറഞ്ഞിരിക്കുന്നു, ഹസാർഡ്സ് സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു ഈ കുട്ടിക്കാലത്ത് സംഭവിക്കുന്ന ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിലോ ഒരു സംഭവമോ ഒരാളുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുമെന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ ടൈം ലൈൻ മെത്തേഡ് സാധാരണയായി ഉപയോഗിക്കുന്നത്. This method is rarely used in developmental psychology because it takes a long time and large number of subjects are required and have to be the same age at the time of testing. ഇത് വളരെ റയറായി മാത്രം ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇതിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇതിന് ടൈം കൂടുതൽ എടുക്കുന്നത് കൊണ്ട് ഇത് വളരെ അപൂർവമായി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ കാണിച്ച സ്ലൈഡുകൾ രണ്ടിന്റെയും സീക്വൻഷ്യൽ മെത്തേഡും അതുപോലെ തന്നെ ടൈം ലൈൻ മെത്തേഡിന്റെ ആ സ്ലൈഡും കൂടി കാണിക്കാം. Okay. Used in research studies into developmental changes. ഇതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ സീക്വൻഷ്യൽ മെത്തേഡുമായി ബന്ധപ്പെട്ടതാണ്. Combines the longitudinal method with cross-sectional method. People in cross-sectional sample of different age groups are tested more than once. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ക്രോസ് സെക്ഷണൽ സാമ്പിൾ അത് ഒരു ടൈമിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ടെസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നത്. ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിന് ഡിഫറെന്റ് ടൈമിൽ അല്ലെങ്കിൽ ഒരേ ടൈമിൽ തന്നെ വെച്ചിട്ട് നടത്തുന്നതാണ്. പക്ഷെ അവരുടെ ലൈഫിൽ ഒറ്റത്തവണ മാത്രമാണ് അതിന് വിധേയമാകുന്നത്. ഇവിടെ ഇത് എന്ന് പറഞ്ഞാൽ ഒരു തവണ വിധേയമാകുന്നതോടൊപ്പം തന്നെ മറ്റൊരു തവണ കൂടി അവരെ സെയിം ഗ്രൂപ്പിനെ തന്നെ ഉപയോഗപ്പെടുത്തുന്നു. The result are analyzed to find the differences that show up in the subject over time. ഈ റിസൾട്ട് അനലൈസ് ചെയ്യുന്നത് 2 ടൈമോ അല്ലെങ്കിൽ മോർ ദാൻ 2 ടൈമോ എടുക്കുമ്പോൾ ഈ കാലയളവിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ പ്രകടമാകുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം, സ്റ്റഡി ദ മാത്തമാറ്റിക്കൽ എബിലിറ്റി ഓഫ് 5-year-olds and 10-year-olds followed by a repeat study every 6 months to check for changes benefits. This method gives a more realistic assessment. ഏറെക്കുറെ നമ്മുടെ നോട്ടിലുള്ള കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ലാസ്റ്റ് സ്ലൈഡ് കൂടി കാണിക്കാം. ടൈം ലാഗ്. Okay. This method is used to study the development of people within the same age group across different years in their lifetime. It is used to study the effect of historical events on behavior. നമ്മൾ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ ഇവന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പഠനം നടത്തുന്നത്. Rarely used method. Drawbacks: takes a lot of time. Large numbers of subjects are within the same age group. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കാലത്ത് സംഭവിച്ച ഒരു കാര്യം പിൽക്കാലത്ത് ടെസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിന് ഒരുപാട് ഡീപ്പായി ആ വ്യക്തിയിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വരും. അപ്പൊ ഒരുപാട് ഡിഫറെന്റ് സബ്ജക്റ്റിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ആ വിഷയത്തിലേക്ക് എത്തിച്ചേരുള്ളൂ. അത് ഇതിന്റെ വലിയ ഒരു ഡ്രോബാക്ക് ആണ്. ഇതൊക്കെയാണ് റിസർച്ച് മെത്തേഡ്സ് ഫോർ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഒബ്സ്റ്റക്കിൾസ് ഇൻ സ്റ്റഡിയിങ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്. പ്രധാനമായും ഉള്ള ഒബ്സ്റ്റക്കിൾസ് അതിൽ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ, ഈ ആവശ്യമായ സാമ്പിൾ ലഭിക്കുവാനുള്ള പ്രയാസം. The representative sample of subject is the first obstacle for studying the developmental period. The different age level of the subject is the main concern for the research. The data collection from the school children is easy for the researcher, but in the case of newborn or infant, it is not that. Oh, sorry.
ഓക്കെ. അപ്പൊ ഇത് റെപ്രസെന്റേറ്റീവ് സാമ്പിൾ, ഇതാണ് ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം. ഈ ഡിഫറെന്റ് ഏജ് ലെവലിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുവാൻ ഉപയോഗിക്കുന്ന ഈ ഡാറ്റയുടെ റെപ്രസെന്റേറ്റീവ് വളരെ പ്രയാസകരമാണ് കളക്ട് ചെയ്യാൻ. ദ ഡാറ്റ കളക്ഷൻ ഫ്രം ദി സ്കൂൾ ചിൽഡ്രൻ ഈസ് ഈസി ഫോർ ദ റിസർച്ചർ. അത് വളരെ എളുപ്പമാണ്. സ്കൂളിൽ ചെന്നിട്ട് എല്ലാ കുട്ടികളെയും ഒരു പഠനം നടത്തുവാൻ അവർക്ക് ആവശ്യമായ ഒരു ടൂൾ ഉപയോഗിച്ച് പഠനം നടത്താൻ പറ്റും. പക്ഷേ ബട്ട് ഇൻ ദി കേസ് ഓഫ് ന്യൂ ബോൺ ഓർ ഇൻഫന്റ്, ഒരു ചെറിയ ഒരു ഇപ്പൊ ജനിച്ച കുട്ടി അല്ലെങ്കിൽ ഒരു ഇൻഫന്റിന്റെ കാര്യത്തിൽ അത്ര എളുപ്പമല്ല. അവര് ഈ പഠനം നടത്തുന്ന ആളുകൾക്ക് ഈ സ്കൂൾ കുട്ടികളെ പോലെ അവൈലബിൾ ആയിരിക്കില്ല. ഇനിയിപ്പോ അവര് അവൈലബിൾ ആണെങ്കിൽ തന്നെ അവരുടെ മൂഡ്, അതുപോലെ തന്നെ അവര് ചിലപ്പം ഉറക്കം, മറ്റു പല കാര്യങ്ങളും ഉണ്ടാകാം. അതുപോലെ തന്നെ then they often face strong parental objection. അങ്ങനെ ഒരു കുട്ടികളിൽ പഠനം നടത്താൻ ചെന്നാൽ പാരന്റ് അതിനെ ഒബ്ജക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് their മൂഡ്, ആ കുട്ടികളുടെ മൂഡും അതിന് പ്രധാനം. അപ്പൊ നമ്മൾ വിളിച്ചു കൊടുത്താൽ കുട്ടികൾ വന്നുകൊള്ളണം എന്നല്ല. Getting older adolescents and young adults who are not attending a school to volunteer a subject is also difficult because they may not be available for study at any one particular place. ഇനിയിപ്പോ സ്കൂളിലൊന്നും വരാത്ത ഒരു അഡോളസന്റ് ടീമിനെയാണ് നമ്മൾ ഇങ്ങനെ പഠന വിധേയമാക്കുന്നതെങ്കിൽ അവരെ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസമായിരിക്കും. അതോടൊപ്പം തന്നെ ദ ഡിഫിക്കൽറ്റി അറൈസസ് വിത്ത് ദ യങ് അഡൽട്ട്, മിഡിൽ ഏജ്ഡ് അഡൽട്ട്, ഓൾഡ് ഏജ് പേഴ്സൺ. എന്താണ് അതിന്റെ ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാൽ വെൻ മെനി പേഴ്സൺ ഷൈ അവേ ഫ്രം ദി ടെസ്റ്റിംഗ് സിറ്റുവേഷൻ. ആളുകൾ പൊതുവെ ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്താൻ, അങ്ങനെ അവരെ കുറിച്ചൊരു പഠനം നടത്തുവാൻ അവര് വിസമ്മതിക്കും. അവര് എങ്ങനെങ്കിലും അകന്നു മാറാനുള്ള ശ്രമം ഉണ്ടാവും. They don't want to disclose their personal detail to researcher. നമ്മൾ ഇത് പഠനം നടത്തുന്ന ഒരാൾ ചെല്ലുമ്പോൾ സ്വാഭാവികം നമ്മുടെ അടുക്കൽ തന്നെ വന്ന് നമ്മുടെ പേഴ്സണലായ ചില കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളത് റിവീൽ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാവില്ല. ഇപ്പൊ ഒരാൾ ആരാണെങ്കിലും വളരെ പെട്ടെന്ന് അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ ആളുകൾ സന്നദ്ധമാവില്ല. ഇതിൽ വരുന്ന വളരെ വലിയ ഒരു ഒബ്സ്റ്റിക്കിൾ ആണ്. ഈ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠനം നടത്തുന്ന ആളുകൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഒബ്സ്റ്റിക്കിൾ ആണ് റെപ്രസെന്റേറ്റീവ് സാമ്പിൾ. ഇനി അടുത്തതായിട്ടുള്ളത് എസ്റ്റാബ്ലിഷിംഗ് റാപ്പോർട്ട് വിത്ത് സബ്ജക്ട്. The establishing personal rapport to the subject is the second difficult task for the researcher. It is rather difficult to get full personal detail about the subject. നമ്മളിപ്പോ ഒരു വ്യക്തിയെ കൗൺസിലിങ്ങിനൊക്കെ ചെല്ലുന്ന ഒരു വ്യക്തി, ഒരു ക്ലയന്റിന് കൗൺസിലറുമായിട്ടുള്ള നല്ല ഒരു റാപ്പോ ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർക്ക് ആ ക്ലയന്റിന് ആവശ്യമായ പുരോഗതി ലഭിക്കണമെങ്കിൽ ഒരു നല്ല റാപ്പോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് ഒരു പഠനവുമായി ബന്ധപ്പെട്ട് ചെല്ലുന്ന സന്ദർഭത്തിൽ അത്തരത്തിലുള്ള റാപ്പോ ക്രിയേറ്റ് ചെയ്യുക അത്ര എളുപ്പമല്ല. They will never share their personal detail. ഒരിക്കലും സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള റാപ്പോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരാൾ അയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ വിസമ്മതിക്കും. It is also being noted that personal rapport vary from one stage to another stage. സ്റ്റേജ് അനുസരിച്ച് നമ്മൾ മുമ്പ് വിശദീകരിച്ച ഈ ഡെവലപ്മെന്റൽ സ്റ്റേജ് അനുസരിച്ചും ഇതിൽ വ്യത്യാസം വരും. ഇപ്പൊ ചെറിയ കുട്ടികളെ ചിലപ്പം ചില കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവർ വലിയ വൈമനസ്യം കൂടാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞേക്കാം. പക്ഷെ ഒരു അഡോളസന്റ് പീരീഡ് എത്തിയാൽ അവര് പറയുകയാണെങ്കിൽ തന്നെ ആ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പം കളവ് പറയാനുള്ള സാധ്യത ഉണ്ട്, മറ്റു പലതും സംഭവിക്കാൻ സാധ്യത. ഈവൻ സ്കൂൾ ചിൽഡ്രൻ ആർ കോളേജ് സ്റ്റുഡൻസ് ഹു ഓഫൻ ഫിൽ ടെസ്റ്റ് ആസ് എ പാർട്ട് ഓഫ് ദെയർ ക്ലാസ് വർക്ക്. മോസ്റ്റ്ലി they feel false information. സിംപിളി ഈ ചോദ്യത്തിനോട് എങ്ങനെയാണ് അവർ പ്രതികരിക്കാൻ, അപ്പോൾ അവരുടെ മൂഡ് അനുസരിച്ചാണ് അവർ ചെയ്യുക. ചിലപ്പോൾ അവർ എഴുതുന്നത് മുഴുവൻ ഫാൾസ് ഇൻഫോർമേഷൻ ആകാൻ സാധ്യതയുണ്ട്. There is no guarantee to the information being accurate. അവർ നൽകുന്ന ഈ വിവരങ്ങൾ അക്യുറേറ്റ്, വളരെ കൃത്യമായതാണ് എന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല.
അതിന്റെ പരിണിത ഫലമായി എന്ത് സംഭവിക്കും? ഇറ്റ് ഈസ് ക്വസ്റ്റ്യനബിൾ വെദർ ഡാറ്റ ഒബ്റ്റൈൻ ഫ്രം ദി സബ്ജക്ട് ഈസ് ട്രൂ പിക്ചർ ഓഫ് സബ്ജക്ട് ആറ്റിറ്റ്യൂഡ് ഫീലിംഗ്സ് ആൻഡ് വാല്യൂസ്. ഇതിനൊക്കെ ഇത് കൃത്യമാണ് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പൊ രണ്ടാമത്തെ ഒബ്സ്റ്റിക്കിൾ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷിംഗ് റാപ്പോർട്ട് വിത്ത് ദ സബ്ജക്ട്. നമ്മൾ പഠന വിധേയമാക്കാൻ പോകുന്ന ആ വിഷയവുമായി ബന്ധപ്പെടുന്ന ആ വ്യക്തി, ഈ റിസർച്ചർ അയാളുമായുള്ള ഒരു റാപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൽ അത്ര നല്ല രീതിയിൽ ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ആകാതെ വരുമ്പോൾ അയാളിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് ആക്യുറേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. അടുത്തതായി അപ്രോപ്രിയേറ്റ് മെത്തഡോളജി. Adaptation of an appropriate methodology is the main concern of a researcher. We take different age groups subject in study. Sometimes our target group may be only one child, be one child. Sometimes the subject may be in adult, or sometimes he may be an old person. അപ്പൊ ഇവർക്കൊക്കെ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊക്കെ അപ്രോപ്രിയേറ്റ് ആയ മെത്തഡോളജി അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് ചില സന്ദർഭത്തിൽ പ്രയാസകരമായി. Because of the wide age range of subject and the variety of different areas of development that must be studied to give a composite picture, assorted methods have to be used. Cross-sectional is the problem for researcher. Cultural changes always play a role in the pattern of physical and mental development of a child. ഇങ്ങനെ പല നിലക്കുള്ള നമ്മൾ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ കൾച്ചർ, അതുപോലെ തന്നെ അവരുടെ പ്ലേസ്, അവരുടെ ഫിസിക്കൽ മെന്റൽ ഡെവലപ്മെന്റ്, അത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്ന സന്ദർഭത്തിൽ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പുമായി ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ ഒരു അപ്രോപ്രിയേറ്റ് ആയ മെത്തഡോളജി ചിലപ്പം അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. അതുപോലെ ലാസ്റ്റ് വൺ, ആക്യുറസി ഓഫ് ഡാറ്റ. നേരത്തെ പറഞ്ഞു ഈ കളക്ട് ചെയ്യപ്പെടുന്ന വിവരങ്ങൾ ചിലപ്പം അക്യുറേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. ആക്യുറസി ഓഫ് ഡാറ്റ ഈസ് ദ ഫോർത്ത് ഒബ്സ്റ്റക്കിൾ ഇൻ സ്റ്റഡിങ് ദ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്. ദ ഡാറ്റ obtained from the studies will be accurate. Inaccuracy of the data may show the picture of false information or normal development at a particular age given by the subject. ചിലപ്പോൾ അത് ഇനക്യുറസി ആവാം. അങ്ങനെ ഇനക്യുറസി ആവുന്ന സന്ദർഭത്തിൽ ആ പഠന വിധേയമാക്കപ്പെടുന്ന ആ സബ്ജക്റ്റിൽ വരുന്ന മാറ്റർ തെറ്റായ ഇൻഫർമേഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. The data may vary in many cases, such as in regard to intelligence being studied by different methods, or using observational method for studying the behavior, well-being, life satisfaction, or happiness. ഇതിലൊക്കെ ഒരു അക്യുറേറ്റ് ആയ മെത്തേഡ് ഉപയോഗിക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ, ഇതിൽ ദ ആക്യുറസി ഓഫ് സച്ച് മെഷേഴ്സ് ഈസ് ക്വസ്റ്റ്യനബിൾ ഈവൻ ദോ ദ longitudinal approach has a methodology advantage over the cross-sectional approach. The problem of accuracy is still ever present. ഏത് മെത്തേഡ് നമ്മൾ സ്വീകരിച്ചാലും ആ മെത്തേഡിലൊക്കെ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ അത് നിലനിന്നുകൊണ്ടേ ഇരിക്കും. മുമ്പ് നമ്മൾ അതിന്റെ മെത്തേഡ്സ് വിശദീകരിച്ച സന്ദർഭത്തിൽ അതിനുള്ള ചില പോരായ്മകൾ പറഞ്ഞിരുന്നതാണ്. ഇനി അവസാനത്തെ ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞാൽ ethical aspects. The ethical aspect is a difficult task for the study of lifespan development, as the rights of subject is to be considered by the researcher, even if the subject is being paid by the researcher for the study. ചില സന്ദർഭത്തിൽ the right of subject is considered. ഈ റിസർച്ചർ അതുമായി ബന്ധപ്പെട്ട ആ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ആ പഠന വിധേയമാക്കപ്പെടുന്ന വ്യക്തിയുടെ റൈറ്റ്സ് കൺസിഡർ ചെയ്യപ്പെടേണ്ടതുണ്ട്. ചില സന്ദർഭത്തിൽ പെയ്ഡ്, അയാൾക്ക് പൈസ കൊടുത്താൽ പോലും വളരെ കൃത്യമായ പഠനം നടത്തുവാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. കൺസെന്റ് ഓഫ് ദ സബ്ജക്ട് ഈസ് if adult and consent of parent or guardian if child is an important and necessary step before data collection. ഈ ഡാറ്റ കളക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ കൺസെന്റ്, അയാളുടെ പ്രത്യേക പെർമിഷൻ, അല്ലെങ്കിൽ ഈ ചെറിയ കുട്ടികളാണെങ്കിൽ
ഇൻഫന്റോ മറ്റോ ആണെങ്കിൽ, സ്റ്റുഡൻ്റ് ഒക്കെ ആണെങ്കിൽ അവരുടെ പാരന്റിന്റെ ഗാർഡിയൻസിന്റെ ഒക്കെ പ്രത്യേക കൺസെന്റ് എടുക്കൽ വളരെ അനിവാര്യമാണ്. അവിടെ ചില എത്തിക്കൽ പ്രോബ്ലം വരും. ചിലപ്പോൾ അവർ ഈ പഠനം നടത്തൽ അനിവാര്യമായ ഒരു ഘടകമാണ്, എന്നാൽ ഇവരുടെ സമ്മതമില്ലാതെ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് തന്നെ ദീസ് കൺസിഡറേഷൻസ് ആൾസോ അപ്ലൈ ടു യങ്ങർ ഓൾഡർ സബ്ജക്ട്. ഇത്തരം പരിഗണനകൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും വലിയ ആളുകളുടെ കാര്യത്തിലാണെങ്കിലും പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. അങ്ങനെ ഈ എത്തിക്കൽ വാല്യൂ ആസ്പെക്ട്സ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ഒബ്സ്റ്റക്കിൾസ് ആണ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ലൈഫ് സ്പാൻ ഡെവലപ്മെന്റുമായി നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ഈ നോട്ടിലുള്ള വിവരങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇതിന്റെ സമ്മപ്പാണുള്ളത്. നമുക്ക് ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രിസൈസ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ അവിടെ. അപ്പൊ ഈ നമ്മുടെ ഈ ഫസ്റ്റ് യൂണിറ്റ് ഇവിടെ അവസാനിച്ചിരിക്കണം. ഇനി ഇതിലൊരു ചില സെൽഫ് അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ ഫസ്റ്റ് സെൽഫ് അസസ്മെന്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്. ഒന്നാമത്തെ, ചേഞ്ചസ് occur from conception to death. ട്രൂ ഓർ ഫാൾസ് ആണ്? നിങ്ങൾ പറയൂ. ട്രൂ ആണല്ലോ അല്ലേ? ഓക്കെ. Children's learning come from the society, his surroundings and his experience. Right or wrong? True. Again true. Okay. There are 4 areas in which children grow. എത്ര ഏരിയ ആണുള്ളത് ശരിക്കും? ട്രൂ തന്നെ അല്ലേ? ട്രൂ ആണ്. ഓക്കെ. Two interacting forces that combine to shape human development. Two interacting forces ആണോ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്? എന്റെ ഓർമ്മയിൽ 4 ആണ്. ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് മേലേക്ക് പോയേക്കാം. ഓക്കെ, ഇത് 4 ആണ്. ഇത് there are 4 interacting forces that combine to shape human development. ഒന്ന് ബയോളജിക്കൽ ഫോഴ്സസ്, രണ്ടാമത്തത് സൈക്കോളജിക്കൽ ഫോഴ്സസ്, തേർഡ് വൺ ഈസ് ലൈഫ് സൈക്കിൾ ഫോഴ്സ്, and third one is socio-cultural forces. Then fourth one is life cycle force. അപ്പൊ 4 ആണ്. അത് ഫാൾസ് ആണ് അല്ലേ? Then next one is 4 ഉം 5 ഉം സെയിം ക്വസ്റ്റ്യൻ ആണ് അല്ലേ? Sixth one. Individuals pass only one stage throughout the life. False. Yes, false. As the child grows up, adjustment to self, others, and environment are important tasks which become increasingly complex. Right? Wrong. True. Yes. Okay. Psychological domains of the individuals to the environment. True, right? True, right? True. Any next? Okay, fill in the blanks. The development involves 3 factors such as. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? The development involves 3 factors such as physical, biological ഒന്നും കൂടി ഉണ്ടല്ലേ? Environmental ആണോ? എൻവയോൺമെന്റ്, സോഷ്യൽ. ഞാൻ ഇവിടെ ഇങ്ങനെ എൻവയോൺമെന്റ് തന്നെ. ശരി, കറക്റ്റ്.
Each stage is related to obstacles such as physical, psychological, and environment. Okay. Then next one, gains and losses in development occur throughout the gains and losses in development occur throughout the life till death. അങ്ങനെ എന്തെങ്കിലും 1 minute. Life cycle. yes, yes. Gains and losses in development occur throughout the life cycle. Okay. Then next one is multi-dimensional development occurs in the biological and socio-emotional domains. Then വിട്ടുപോയത് എന്താ? ഫിസിക്കൽ ആണ്. ഫിസിക്കൽ ബയോളജിക്കൽ എന്നല്ലേ? സൈക്കോളജിക്കൽ. Yes, psychology. Yes. കറക്റ്റ്, കോഗ്നിറ്റീവ്. നമുക്ക് നോക്കാൻ, ഞാൻ ഇവിടെ ഇങ്ങനെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബയോളജിക്കൽ, കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ ഇമോഷണൽ. കോഗ്നിറ്റീവ് ആണ്. സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ തെറ്റാവും എനിക്കറിയില്ല. ഇതിൽ കോഗ്നിറ്റീവ് ആണ്. ഓക്കെ. The next one is maturation and dash play a significant role in the development. പറയൂ. ലേണിംഗ്. Learning, correct, learning. Okay. Development is governed by 2 laws. 2 law ആണുള്ളത്. അത് നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സിഫാലോകോഡൽ ലോ. Okay. പ്രോക്സിമോകോഡലും സിഫാലോകോഡലും. Yes, cephalocaudal and proximocaudal. സെഫാലോകോഡൽ പറയാ. ഏതാണ്? സെഫാലോകോഡൽ എന്നല്ല പറയാ. അതെ, സിഫാലോകോഡൽ ലോ ആൻഡ് പ്രോക്സിമോഡിസ്റ്റൽ ലോ. ഓക്കെ. അതെന്താണെന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. It means that development is spread over the body, head to foot, cephalocaudal and proximo-distal എന്ന് പറഞ്ഞാൽ നമ്മുടെ middle development spread outward from the central axis. Central to periphery അറിയുന്നത്. Okay. Next one is each stage has physical dash and dash hazards. സോഷ്യൽ എൻവയോൺമെന്റൽ ആണ്. Yes, let's look. Yes, each stage is related to certain hazards such as physical, psychological, and environment. Then next one, dash method is the best method to combine the longitudinal and cross-sectional. Just ഇപ്പൊ നമ്മൾ പറഞ്ഞു. Sequential. Sequential. Okay. This one, sequential method. Okay. Then last one, blank. They studying the development of different age groups in different years to determine the effect of historical events on behavior. ഏതാണത്? Time lag period, time lag method. Time lag method. ഇവിടെ തന്നെ വളരെ കൃത്യമായിട്ടുണ്ട്. This method is studying the development of different age groups in different years of. Okay. അപ്പൊ നമ്മള് ഇനിയുള്ളത് essay type questions ആണ്. ഇവിടെ ഉണ്ട്. What is lifespan development? Explain characteristics of development. What are major issues involved?
in the process of development. And it's where is the questions? Excuse me. Yes, yes. അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ the development involves 3 factors such as അതൊന്ന് ആൻസേഴ്സ് എന്തായിരുന്നു? ഏതായിരുന്നു ഇതിലെ ക്വസ്റ്റ്യൻസ്? ഡെവലപ്മെന്റ് ഇൻഫോഴ്സ് such as നമ്മൾ ഡെവലപ്മെന്റ് ഇൻവോൾവ്സ് 3 ഫാക്ടേഴ്സ് നമ്മളിവിടെ കാണിച്ചല്ലോ ഒരു മിനിറ്റ്. സോ അത് ഇതിലെ ആൻസറിൽ അതെ, നിങ്ങള് എനിക്ക് ക്ലിയർ ആവുന്നില്ല, ഇടക്ക് ഇങ്ങനെ മുറിഞ്ഞ് ഇങ്ങനെ ലാഗായി പോകുന്നുണ്ട് സംസാരം. അതിന്റെ ആൻസേഴ്സ് ഗ്രോത്ത് മെയിൻ്റെനൻസ് ആൻഡ് റെഗുലേഷൻ ആണോ? Growth, maintenance and regulation. Yes. Okay, the development involves 3 factors. Correct. Sorry, this okay. The growth, maintenance and the regulation. നമ്മളപ്പോ എന്താ പറഞ്ഞത്? നമ്മൾ ഫിസിക്കലും സൈക്കോളജിക്കലൊക്കെയാണ് തോന്നുന്നത്. The development involves 3 factors: is growth, maintenance and regulation. Okay. യെസ്, വേറെ മറ്റെന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വായിച്ചു എന്നതുകൊണ്ട് ഇതിന്റെ ഉത്തരം കൃത്യമായി പറയാൻ പറ്റുന്നില്ല. വീണ്ടും വായിച്ചെങ്കിലാണ് കാര്യങ്ങൾ കൃത്യമായി നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്താണ് ചെയ്യുന്നത്? നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാറ്റിന്റെ ആൻസേഴ്സ് ഉണ്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഗ്രോത്ത് മെയിൻ്റെനൻസ് റെഗുലേഷൻ. ഓക്കെ, നമുക്കപ്പോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എന്തെങ്കിലും കാര്യങ്ങള്, സംശയങ്ങളോ ജനറൽ ഡിസ്കഷനോ ഒക്കെ ചെയ്യാവുന്നതാണ്. സമയം 9:37 ആയുള്ളൂ. അതെ, 10 മണി വരെ നമ്മുടെ ടൈം ഉണ്ട് ക്ലാസ്സിന്റെ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിലോ പറയാം. അഭിപ്രായ വ്യത്യാസങ്ങൾ, പുതുതായി കണ്ടെത്തിയ എന്തെങ്കിലും ഫാക്ട്സുകൾ, അവരവര് മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങളൊക്കെ അവതരിപ്പിക്കാവുന്നതാണ്. ക്ലാസ് ടൈം ഇപ്പൊ നമ്മൾ ഒരു ദിവസം 1 hour എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ 1 hour അവസാനിക്കുന്നു ഇന്നലെ വിചാരിച്ചു, പക്ഷെ 1 hour അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ല, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മൾ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അതിന്റെ കണ്ടിന്യൂഷൻ വെക്കാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കുഴപ്പമില്ല സാർ. അത് ചില ടോപ്പിക്സ് നമുക്ക് ആ 1 hour കൊണ്ടൊന്നും തീർക്കാൻ പറ്റില്ല അല്ലേ? നമുക്ക് ചില ആളുകൾക്ക് ഇപ്പോ എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് എല്ലാ ദിവസവും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേറെ ചില ക്ലാസ്സുകളുണ്ട്. അപ്പോ അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. വേറെ പല ആളുകൾക്കും സ്ഥിരമായി ആവുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിന് നമ്മള് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടല്ലോ, ഫ്രീ ടൈമിൽ കേൾക്കാലോ. പക്ഷെ ചിലതൊന്നും ഒരു 1 hour കൊണ്ടൊന്നും തീർക്കാൻ പറ്റാത്തത് ഉണ്ടാവും. ചിലത് ഇപ്പൊ അരമണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്നതുണ്ടാവും. അത് സ്വാഭാവികമാണ്. ഈ ക്ലാസ് ലൈവില് കേൾക്കുമ്പോ നമ്മൾ കേൾക്കും, റെക്കോർഡ് നമ്മൾ യാത്രയിലൊക്കെ നമുക്ക് ചെയ്യാം. അത് ശരിയാ. ലൈവായിട്ട് കേൾക്കണതേ കേൾക്കണല്ലോ, അല്ലാതെ റെക്കോർഡൊന്നും ഇതുവരെ തൊടുന്നേ ഇല്ല. നമ്മൾ കേൾക്കാന്നൊക്കെ വിചാരിക്കും, പക്ഷെ ചിലപ്പോ നടന്നോളന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് ആവശ്യമുള്ള സമയത്ത് കേൾക്കാം, റെക്കോർഡ് ഉള്ളതുകൊണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ ആവശ്യേ അവസാന മന്തിലേക്കാണ് വരിക. അതെ സത്യം. അതെ, ഇല്ല, ഞാനിപ്പോ ഇന്നലെ എനിക്ക് ക്ലാസ് മിസ്സായി പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ റെക്കോർഡഡ് ഇന്ന് കേൾക്കും.